ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂടാക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് അല്ലെങ്കിൽ പുഴക്കരയിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് പതുക്കെ പതുക്കെ തുഴഞ്ഞ് പകുതി വഴി എത്തുമ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന ക്രിസ്മസ് പാപ്പയുടെ വേഷം വെള്ളത്തിലേക്ക് എടുത്തെറിയ കേട്ടോ. അതിനുശേഷം നീ തുഴഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ കാട്ടിലേക്ക് എത്തുന്നുണ്ട്. കാട്ടിലേക്ക് എത്തി ഗംഗപ്രസാദിന് ആകെ മതിയാവട്ടോ, വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ടെങ്കിലും ഗംഗപ്രസാദ് പതുക്കെ എഴഞ്ഞെഴഞ്ഞ് നടന്ന് കാടിന്റെ പകുതി എത്താണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ പ്രകാശിനെയാണ്. അവര് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോഴേക്കും കല്യാണി ജനലിൽ കൂടി നോക്കുന്നുണ്ട്. അവരാ വന്നേക്കണത് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കാണ് കല്യാണി. എന്നിട്ട് ചോദിക്കണ്ടേ, എന്തായി കിരണേട്ടാ എന്ന് പറയുമ്പോഴേക്കും എന്താകാനാ, ഞങ്ങൾ പോയി അന്വേഷിച്ചു, ഞങ്ങൾ പോയപ്പോ കരോളുകാരെ കണ്ടായിരുന്നു. എന്നിട്ട് അവര് കരോളുകാര് തന്നെയാ, പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഇടയ്ക്കുന്ന് ഒരാൾ കയറിയായിരുന്നു. അത് ആരാണെന്നോ എന്താണെന്നോ അവർക്ക് പോലും അറിയില്ല. എന്ന് കല്യാണം ചോദിക്കുമ്പോഴേക്കും എന്നിട്ട് എന്താവാനാ, അവിടുത്തെ CCTV ഒക്കെ പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്, വരുന്ന വഴിക്ക് SIനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരന്വേഷിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, അതേ കിരണേട്ട, ലക്ഷ്മിമ്മക്കും കാർത്തികക്കും ഒരു സംശയം പോലെ വന്നത് ഗംഗപ്രസാദ് ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, ഒരിക്കലും അത് ഗംഗപ്രസാദ് ആവാൻ ഒരു വഴിയില്ല എന്ന് പറയുമ്പോഴേക്കും പ്രകാശ് പറഞ്ഞു, മോനെ അങ്ങനെ പറയരുത്, കാരണം മോൻ ഗംഗപ്രസാദിനെ കൊന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആരും ഗംഗപ്രസാദിനെ അങ്ങനെ മരിച്ചു കിടക്കണമെന്ന് കണ്ടിട്ടില്ലല്ലോ. പിന്നെ അവന് ആയുസ് കൂടുതലുള്ള ഇനമാണ്. ആയുസ് കൂടുതലുള്ള ആൾക്കാർ അങ്ങനെ ജീവനോട് എത്ര നാൾ വേണമെങ്കിൽ നിൽക്കും മോനെ. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്, 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നതാ എനിക്ക്, എന്നിട്ടും കണ്ടില്ല ആയുസിന്റെ ബലത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആയുസിന്റെ ബലമില്ലാത്തൊരു പെട്ടെന്നൊരു കാരണമില്ലാതെ പോകുകയും ചെയ്യും. ദേ മോളുടെ അമ്മ പോയ പോലെ. അതുകൊണ്ട് ചിലപ്പോ അതുപോലെ ആയുസിന്റെ ബലം കൊണ്ട് അവൻ ജീവനോട് ഉണ്ടോന്നും അറിയില്ല എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ടേ, എനിക്കും അമ്മക്കും നല്ല സംശയമുണ്ട്, അത് ഗംഗപ്രസാദ് തന്നെയാണോ എന്ന്. അപ്പൊ കിരൺ പറയണ്ടേ, ഞാൻ നിങ്ങളടുത്തൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു അത് ഗംഗപ്രസാദ് അല്ല, ഗംഗപ്രസാദ് മരിച്ചോ, ഇത് അവന്റെ കൂടെയുള്ള ആരോ ആണ് എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടേ, കിരണേട്ടനെ പിഴവ് സംഭവിച്ചെന്ന എനിക്ക് തോന്നുന്നത്. ഗംഗപ്രസാദ് മരിച്ചു എന്നുണ്ടെങ്കിൽ അവനെ വേണ്ടിയിട്ട് സ്വത്തിനും പണത്തിനും വേണ്ടി ആര് നടക്കാനാ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, അവനെ സ്നേഹിച്ച ഒരു പെണ്ണുണ്ടല്ലോ, ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ, അവള് പറഞ്ഞിട്ടാണ് ആരെങ്കിലും വന്നെങ്കിലോ, പറയാൻ പറ്റില്ല. എന്തായാലും അവൾ ഈ അടുത്തെങ്ങാനും ജയിലിൽ വന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ വാർഡനോട് പറഞ്ഞൊന്ന് അന്വേഷിപ്പിക്കാം, എന്നിട്ട് CCTV ദൃശ്യങ്ങൾ നോക്കാം, അവളെ കാണാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവര് തന്നെയായിരിക്കും പപ്പാന്റെ വേഷത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയാണ്. ഭാഗ്യത്തിന് നിങ്ങൾ വാതിൽ തുറക്കാത്തത് നന്നായി, വാതിൽ തുറന്നിരുന്നെങ്കിൽ ഇവിടെ എന്തായാലും അവൻ മരണം ഉറപ്പിച്ചിട്ട് പുറത്തേക്ക് പോകായിരുന്നു. അപ്പൊ പ്രകാശം പറയണ്ട, എന്റെ ലക്ഷ്മി മോളെ, നിങ്ങളുടെ കാല് പിടിച്ചു പറയാ, നിങ്ങൾ തിരിച്ചു വാ, കല്യാണിന്റെ കിരൺമോന്റെ വീട്ടിൽ വന്ന് നിൽക്കുക, സമാധാനത്തോടെ നിൽക്കുകയെങ്കിലും ചെയ്യാലോ. കാർത്തിക പറഞ്ഞില്ല അച്ഛ, ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ടേക്ക് വരില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. മോളുടെ കല്യാണം അടുത്തു വരുവാണ്, അതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം കൂടും, മോൾ എന്തായാലും അവിടെ വന്ന് വാ, ലക്ഷ്മി പറയണ കേക്ക്, നിങ്ങൾ അങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോ കാർത്തിക പറഞ്ഞ, അച്ഛ ഞങ്ങൾ രണ്ടുപേരും അവരെന്തിനും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടിട്ട് ഇനി എന്റെ ദിലീപേട്ടൻ എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്നെ സ്നേഹിക്കുന്നവർ ആർക്കും ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ ഇനി സമ്മതിക്കില്ല അച്ഛ, അതുകൊണ്ട് ഈ കാര്യത്തിൽ നിർബന്ധിക്കേണ്ട എന്ന് പറയുമ്പോ ലക്ഷ്മി പറയുന്നുണ്ട്, പ്രകാശേട്ടാ ഈ കാര്യത്തിൽ നിർബന്ധിക്കേണ്ട പ്രകാശേട്ടാ, എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അതിങ്ങനെ പോയിക്കോട്ടെ, അതിനുശേഷം അവൻ വരണ്ടെങ്കിൽ വരട്ടെ, ഏതായാലും ആയുധമുള്ളത് കൊണ്ട് മാത്രം ലക്ഷ്മിയെ നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് കിരൺ പറയാണ്. അപ്പൊ കാർത്തിക പറയുന്നുണ്ട്, അതന്നെയൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിൽ സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ, പക്ഷെ നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കരുത് എന്ന് പറയാണ്. ശേഷം കിരണും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ പ്രകാശോട് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. വാതിലിന് ബെല്ലടിക്കുമ്പോഴേക്കും ബൈജു വാതിൽ തുറക്കാണ്. അത് കാണുമ്പോ തന്നെ പ്രകാശം പറഞ്ഞിട്ടാ, ബൈജു വാതിൽ ഇങ്ങനെ പെട്ടെന്ന് തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ജനലിൽ കൂടി ആരാന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ വാതിൽ തുറക്കാവൂ എന്ന് പറഞ്ഞിട്ടല്ല, പോയിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, ഒന്നും പറയണ്ട, അവിടെ കരോളുകാരി വന്നിരുന്നു, അതിലേതോ ഒരുത്തൻ വേഷം മാറി ലക്ഷ്മിമ്മനെയും കാർത്തികനെയും കൊല്ലാൻ വേണ്ടി നോക്കി, അയ്യോ ഈശ്വര, എന്ന് ബൈജു ചോദിക്കുമ്പോ എന്നിട്ട് എന്റെ തലനാഴിഴയ്ക്ക അവര് രക്ഷപ്പെട്ടത് എന്ന് പറയാണ്. എന്നിട്ട് പോലീസിൽ പരാതി കൊടുത്തു, വരുന്ന വഴിക്ക് പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നേക്കണത്. ഇതെന്താ കിരണ ആളിയ ഇതൊരു അപകടം വിട്ടുമാറാത്തത്, അവൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ അപകടം മാറിയെന്നാ വിചാരിച്ചത്, ഇപ്പൊ അപകടം മുമ്പത്തെക്കാളും കൂടുതലായല്ലോ എന്ന് പറയാണ്. അപ്പൊ ബൈജു പണ്ടിനി അവനെങ്ങനെ മരിച്ചിട്ടില്ലേ കിരണളിയ എന്ന് പറയുമ്പോഴേക്കും, എടാ അവൻ മരിച്ചു എന്ന് പറയുമ്പോഴേക്കും, അല്ല അവന്റെ ഡെഡ് ബോഡി ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ, ഇനി കിരണളിയൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് തള്ളിയ സമയത്ത് ചെറിയൊരു ജീവൻ വെച്ച് അവൻ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലോ, എടാ
എനിക്ക് അറിയില്ല എന്ന് പറയാണ് കിരണ്. ആ സമയത്ത് പ്രകാശം പറയണ്ടേ, എന്തായാലും സൂക്ഷിക്കണം മക്കളെ, അവൻ ജീവനോട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദിനെയാണ്. നടന്ന് നടന്ന് സമയം വൈകിട്ട് അവിടെ കിടന്നു പോട്ടെ കാട്ടിൽ തന്നെ. രാവിലെ ആകുമ്പോഴേക്കും അമലു ഒരു ഗ്ലാസ് ചായയായിട്ട് ഗംഗയുടെ റൂമിലേക്ക് വരികയാണ്. ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് പറഞ്ഞ് വാതിലിൽ മുട്ടുന്നുണ്ട്. വിനായകേട്ട എന്ന് പറഞ്ഞ് വാതിൽ മുട്ടാണ്. ആരും വാതിൽ തുറക്കുന്നില്ല. അമലു വാതിൽ തള്ളുമ്പോഴേക്കും വാതിൽ തുറന്നു വരുന്നുണ്ടേ. വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിനായകേട്ടൻ ഇവിടെ ഇല്ലല്ലോ, പുറത്തുണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തൊക്കെ നോക്കാണ്. അവിടെയൊന്നും കാണുന്നില്ല. അപ്പ വിനായകേട്ടനെ കാണുന്നില്ലല്ലോ. കാണുന്നില്ലെന്നോ? ആ കൊച്ചിത് രാവിലെ ഇത് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോ അറിയില്ല, ഇതുവരെ കാണുന്നില്ല എന്ന് പറയണ. റൂമിൽ പോയി നോക്കി, അവിടെ ഇല്ല എന്ന് പറയാണ്. ആ സമയത്ത് അവിടേക്ക് വേലു വരുന്നുണ്ട്. എന്താ മാമ, എന്താ കാര്യം? എടാ ആ കൊച്ചിനെ കാണുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞതല്ലേ മാമ, അവൻ അങ്ങനെയാണ്, എന്തോ കള്ളത്തരം അവന്റെ കണ്ണിലുണ്ട്. അവൻ ഇവിടുന്ന് മുങ്ങി നാട് വിട്ടു. കാട്ടിലെ കാര്യങ്ങളും വഴികളൊക്കെ അവൻ മനസ്സിലാക്കിയല്ലോ നേരത്തെ തന്നെ, അതുകൊണ്ട് അവൻ നാട് വിട്ടു. അവനിപ്പോ അവന്റെ നാട്ടിലെത്തിയിട്ടുണ്ടാവുമായിരിക്കും. അവൻ കള്ളനെ മാമ, പെരുങ്കള്ളൻ. ദേ നിങ്ങൾ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് അമല് പറയുമ്പോ, പിന്നെ അവൻ എവിടെ പോയിടി? അവൻ പോയി രാവിലെ തന്നെ, അവൻ ഇവിടുന്ന് പോയി എന്നൊക്കെ പറയാണ്. ആ സമയത്താണ് ഗംഗപ്രസാദ് ആടി ഒലഞ്ഞൊലഞ്ഞ് അവിടേക്ക് വരുന്ന കേട്ടോ. ദയപ്പ ആരാ വരുന്നേ നോക്കിക്കേ എന്ന് പറയുമ്പോ, ആഹാ അതേ കൊച്ചൻ വന്നല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും വേലു, ഓ നാശം പിടിച്ചോ, പിന്നെയും വന്നോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അമല് പറയുന്നുണ്ട്, ഇപ്പൊ എന്തായി, നിങ്ങൾ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കോ എന്ന് ചോദിക്കുമ്പോ വേലു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അമല് ചോദിക്കണ്ട്, വേലുവേട്ടാ, വിനായകേട്ടൻ ഇത് എവിടെയാ പോയത്? ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കി, എവിടെ പോയതാ? നടക്കാൻ പോയതാ എന്ന് ഗംഗപ്രസാദ് പറയുമ്പോ മൂപ്പൻ പറയണ്ട്, എന്റെ പൊന്നു മോനെ, ഈ സമയത്ത് നടക്കല്ലേ, കുറുനരികളും പട്ടികളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. 8 മണി കഴിയാതെ കാട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറയാണ്. ഞാൻ ഇവിടെ തന്നെയാ നടന്നത് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു പോയി ഞങ്ങൾ അറിയ പോലില്ലല്ലോ വിനായകേട്ട എന്ന് അമല് പറയുമ്പോഴേക്കും വേലു പറയണ്ട, എന്തെങ്കിലും സംഭവിച്ചു പോയി എന്തറിയാനാ, മൃഗങ്ങളെല്ലാം മാംസം എടുത്ത് തിന്നത്തൊന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ അവശിഷ്ടം ബാക്കി വെക്കും, കയ്യോ വിരലോ എന്തെങ്കിലും, അപ്പൊ മനസ്സിലാക്കാലോ. അതെ അനാവശ്യം പറയരുത് എന്ന് അമല് വേലുവിനോട് പറയണേ. ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. ആ വിനായകേട്ടൻ എന്തെങ്കിലും ഞാൻ ചായ തരാം എന്ന് പറഞ്ഞിട്ട് അമല് ഗംഗേനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാട്ടോ. അവരകത്ത് പോകുമ്പോഴേക്കും നമ്മുടെ വേലു പറയുന്നുണ്ട്, മാമ അവൻ എന്തോ കള്ളത്തരമുണ്ട്, അവളെന്നോട് പറഞ്ഞ വർത്താനം കേട്ടില്ലേ, പിന്നെ എങ്ങനെ പറയാതിരിക്കൂടാ, അമ്മാതിരി വർത്താനമല്ലേ നീ പറഞ്ഞത്. ആ കൊച്ചിനോട് നിനക്ക് എന്തോ ദേഷ്യമുണ്ട്, അതിങ്ങനെ പരസ്യമായിട്ട് വിളിച്ച് പറയല്ലേടാ. എന്റെ മാമ, നിങ്ങൾക്ക് എന്താ അവന്റെ കള്ളത്തരം മനസ്സിലാക്കാൻ പറ്റാത്തത്? അവന്റെ കണ്ണ് നോക്കിയാൽ തന്നെ അറിയാം അവന്റെ കള്ളത്തരം എന്ന് പറയണതേ. നീ അവനായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, ആ കൊച്ചിനൊന്ന് റെഡിയായി വരട്ടേടാ എന്ന് പറയാണ് നമ്മുടെ മൂപ്പൻ കേട്ടോ. ശേഷം അമലു റൂമിലേക്ക് പോയിട്ട് ഗംഗ എടുത്ത് പറയണ്ട്, ഇന്ന് ചുക്ക് കാപ്പി ആ കുടിക്ക്, ഇപ്പത്തെ കാലാവസ്ഥ മോശമാണ്, അതുകൊണ്ട് തൊണ്ടവേദന വരാതിരിക്കാനായിട്ട് ചുക്ക് കാപ്പി കുടിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാണ്. അപ്പൊ പെട്ടെന്ന് ചെറിയ ചൂട് കേട്ടോ. ചൂടുണ്ടല്ലേ, ഞാൻ മനഃപൂർവ്വം ചൂടിലെടുത്തതാണ്, എന്നെ വിഷമിപ്പിച്ചില്ലേ, ഒരുപാട് വിഷമിപ്പിച്ചില്ലേ. അതെ, വിനായകേട്ടന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ട്, അത് വിനായകേട്ടൻ അറിയാവോ, അതുകൊണ്ട് ഞാൻ എന്തുമാത്രം വേദനിച്ചെന്ന് അറിയാവോ വിനായകേട്ട. ഇനി ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഇല്ല, എനിക്ക് മനസ്സിലായി, ഞാൻ പ്രഗ്നന്റ് തന്നെയാണ്, നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞ് എന്റെ വയറ്റിലുണ്ട്. വിനായകേട്ടൻ എന്തിനു സംഭവിച്ചാൽ എനിക്കിനി സഹിക്കാൻ സാധിക്കില്ല വിനായകേട്ട, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ് നമ്മുടെ ഗംഗപ്രസാദ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അമല് പറയണ്ട, ഞാൻ ഈ കാട്ടിലൂടെ നടത്തി കാട്ടിലൂടെ പേടി മാറിയല്ലേ, പക്ഷെ പേടി മാറരുത് കേട്ടോ. ഇപ്പൊ ഞാനും വേലുവേട്ടനും അപ്പനൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഇവിടുത്തെ കാട്ടുപന്നികളും ആണെങ്കിലും കുറുക്കന്മാരാണെങ്കിലും അവർക്കൊക്കെ ഞങ്ങളുടെ മണം മനത്ത തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ വിനായകേട്ടന്റെ കാര്യം അങ്ങനെയല്ല, അതുകൊണ്ട് ഇനി പുറത്തിറങ്ങല വിനായകേട്ട, വിനായകേട്ടന് എന്തേ സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ അമലു കേട്ടോ. അമലുവിനെ ചാരയെ പിടിച്ച് നിൽക്കുകയാണ് ഗംഗപ്രസാദ്. എന്റെ മനസ്സിൽ പറയാണ് ഗംഗ, ഇവിടത്തെ ചെന്നായേക്കാളും പേടിക്കണം മോളെ എന്നെ, കാരണം എന്നെ പേടിക്കുന്ന ഒരുപാട് പേര് നാട്ടിലുണ്ട്. ചെന്നായ്ക്കളെ പേടിക്കാൻ കുറച്ച് മനുഷ്യർ മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ എന്നെയാണ് എല്ലാവർക്കും പേടി എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുന്ന ഗംഗപ്രസാദിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.